നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ക്ഷമയും ഉത്സാഹവും ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ട രണ്ട് ഗുണങ്ങളാണ്. ഇതെല്ലാ സാഹചര്യത്തിലും നിലനിർത്താൻ കഴിഞ്ഞാൽ അവിടെ എല്ലാം എത്തിച്ചേരും. ചിലർക്ക് ഉത്സാഹമുണ്ടാവും, എന്നാൽ ക്ഷമയുണ്ടാകില്ല. മറ്റു ചിലർക്ക് ക്ഷമയുണ്ടാവും, ഉത്സാഹം ഉണ്ടാകില്ല. നമ്മുടെ നല്ലൊരു ശതമാനം യുവാക്കൾക്കും ഉത്സാഹമുണ്ട്, പക്ഷേ വേണ്ടത്ര ക്ഷമ കാണുന്നില്ല. എന്ത് കേട്ടാലും എടുത്തുചാട്ടമാണ്. ക്ഷമയും വിവേകബുദ്ധിയും അവർക്ക് കുറവാണ്. ഇത് കാരണം പലപ്പോഴും ഉദ്ദേശിച്ചത് നേടാൻ കഴിയാതെ പോകും. പലരും വിചാരിക്കുന്നത് പോലെ ക്ഷമയും അതുപോലെയുള്ള സദ്ഗുണങ്ങളും പ്രായമായി ശരീരത്തിന് ആവതില്ലാതാകുമ്പോൾ ഉണ്ടാകേണ്ടതല്ല. യുവത്വത്തിൻ്റെ ഉത്സാഹവും ഊർജ്ജസ്വലതയുമുള്ളപ്പോൾ തന്നെ വളർത്തിയെടുക്കേണ്ട ഗുണങ്ങളാണ്. പ്രായമേറുമ്പോൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കുറച്ചൊക്കെ ക്ഷമയും വിവേകവും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ കർമ്മവീര്യവും ഊർജ്ജസ്വലതയും ഉത്സാഹവും ഒന്നും കാണില്ല. പലപ്പോഴും മനസ്സ് എത്തുന്നിടത്ത് ശരീരമെത്തില്ല. എന്നാൽ ചെറിയ കുട്ടികൾക്ക് ഉത്സാഹവും ക്ഷമയും ഉണ്ട്. കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, വീഴുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും വീഴുന്നു. എന്നാൽ അവൻ ആ ശ്രമം ഉപേക്ഷിക്കില്ല. ദേഹം മുറിഞ്ഞാലും കൂടി ശ്രമം വിടുന്നില്ല. ഉത്സാഹവും ക്ഷമയും കൈവിടാതെയുള്ള ശ്രമത്തിൻ്റെ ഫലമായി അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നു. കുഞ്ഞിനറിയാം താൻ മറിഞ്ഞു വീണാൽ രക്ഷിക്കാൻ അമ്മ അടുത്തുണ്ടെന്ന്. ഈ വിശ്വാസത്തിൽ നിന്ന് അവന് തളരാത്ത ഉത്സാഹവും ക്ഷമയും ലഭിക്കുന്നു. ഇത് അവനെ വിജയത്തിലേക്ക് നയിക്കുക. അപ്പോൾ ക്ഷമയ്ക്കും ഉത്സാഹത്തിനും ആധാരമായിട്ടുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസമാണ് പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ പതറാതെ ക്ഷമയോടെ ഉയർത്തിക്കാനുള്ള ശക്തി നൽകുന്നത്. ചിലർ ഒരു ലക്ഷ്യം വെച്ച് തുടക്കത്തിൽ ഉത്സാഹപൂർവം പ്രയത്നിക്കും. എന്നാൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കില്ല എന്നു കണ്ടാൽ അതവർ ഉടൻ ഉപേക്ഷിക്കും. അത് വിട്ട് മറ്റൊരു രംഗത്തേക്ക് ചാടും. കുറച്ചു കാലം ഉത്സാഹപൂർവ്വം അവിടെയും പ്രയത്നിക്കും. പ്രതിബന്ധങ്ങൾ കണ്ടാൽ അതും ഉപേക്ഷിക്കും. പിന്നെ മറ്റൊന്നാണ് ലക്ഷ്യം. ഇത്തരം ആളുകൾക്ക് മഹത്തായ വിജയം നേടാൻ സാധ്യമല്ല. കാരണം അവർക്ക് അവരിലും വിശ്വാസമില്ല, ഈശ്വരനിലും വിശ്വാസമില്ല. ഏത് രംഗത്തും ക്ഷമയും വിശ്വാസവുമുള്ളവർ വിജയിക്കുന്നതും അതില്ലാത്തവർ പരാജയപ്പെടുന്നതും നാം കാണാറുള്ളതാണ്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ശുഭാപ്തി വിശ്വാസം സഹായിക്കും. ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങൾ നാം കണ്ടുപിടിക്കും. അവ താനെ നമ്മുടെ ഉള്ളിൽ തെളിയും. പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായി തീരുമാനം എടുക്കും. അങ്ങനെ തീരുമാനം പ്രകൃതി എടുക്കും. ഒരു ചെരുപ്പ് കുത്തി, ചെരുപ്പ് കമ്പനിക്കാരൻ ആണ്. ചെരുപ്പ് വിൽപ്പനയ്ക്കായി ദൂരെ ഗ്രാമത്തിലേക്ക് രണ്ടുപേരെ അയച്ചു.
ആദ്യത്തെയാൾ അവിടെ എത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മേലധികാരിയെ ഇങ്ങനെ വിവരമറിയിച്ചു. ഇവരെയുള്ളവരൊക്കെ ആദിവാസികളാണ്. ഇവർ ചെരുപ്പിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇവിടെ ചെരുപ്പ് വിൽക്കുവാനുള്ള സാധ്യത കുറവാണ്. യാതൊരു സാധ്യതയും ഇവിടെ അതിനില്ല. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരികയാണ്. എന്നാൽ രണ്ടാമത്തെ ആൾ കമ്പനിയെ വിവരം അറിയിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ ആദിവാസികളാണ്. ഇവർക്ക് ചെരുപ്പിനെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഇവർ നഗ്നപാതരായിട്ടാണ് കല്ലിലും മുള്ളിലും ചെടിയിലുമൊക്കെ നടക്കുന്നത്. വേണ്ടവണ്ണം ബോധവൽക്കരിച്ചാൽ ധാരാളം ചെരുപ്പുകൾ ഇവിടെ വിറ്റഴിക്കാൻ കഴിയും. അതിനാൽ ഒരു ലോഡ് ചെരുപ്പ് ഉടനെ അയക്കുക. കണ്ടോ, വ്യത്യാസം കണ്ടു. ഇതാണ് ശുഭാപ്തി വിശ്വാസം. അയാളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ എന്നോടൊപ്പമുണ്ട്, അവിടുന്ന് ഏതു പ്രതിസന്ധിയിലും സഹായത്തിനുണ്ട് എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു പ്രതിബന്ധത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്സാഹവും ക്ഷമയും നമ്മളിലുണ്ടാകും. വിജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം നമ്മളെ വിട്ടകലുകയില്ല. രാമനും കൃഷ്ണനും ക്രിസ്തുവും നബിയുമൊക്കെ എത്രയോ പ്രതിബന്ധങ്ങൾ നേരിട്ടു. എന്നാൽ അതിലൊന്നും അവർ തളർന്നില്ല. അവർ മുന്നോട്ട് പോയി. ഇത് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, അവരൊക്കെ മഹാപുരുഷന്മാരല്ലേ, അവർക്കതിന് കഴിയും. സാധാരണക്കാരായ നമുക്കെങ്ങനെ അവരെ പോലെയാകാൻ കഴിയും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതിന് നമ്മളാരും സാധാരണക്കാരല്ലല്ലോ. അസാധാരണ ശക്തികൾക്ക് ഉടമകളാണ്. നമ്മളിൽ അനന്തമായ ശക്തിയുണ്ട്. ഇന്നത് ഉറങ്ങിക്കിടക്കുകയാണ്. ആ ശക്തിയെ ഉണർത്തിയാൽ ഏതൊരു പ്രതിബന്ധത്തെയും അതിജീവിച്ച് ക്ഷമയോടും ഉത്സാഹത്തോടും ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് കഴിയും. അങ്ങനെയില്ലെന്ന് വെറുതെ ഒന്ന്